ഡോക്ടർ ബെന്നറ്റ് എന്ന സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച രഞ്ജിത്ത് എന്ന നടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇദ്ദേഹത്തെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സ്വന്തം മണിച്ചേട്ടന്റെ അനന്തരവനാണ്. ചേട്ടാ സ്വാഗതം. നമസ്കാരം ചേട്ടാ. അപ്പോൾ ആദ്യം ബെന്നറ്റിനെ കുറിച്ച് തുടങ്ങാം. ബെന്നറ്റിൽ എന്താണ് കഥാപാത്രം? ബെന്നറ്റ് എന്ന് പറഞ്ഞ ബെന്നറ്റ് എന്ന് പറഞ്ഞ നായകന്റെ കൂട്ടുകാരനായിട്ടാണ് ജീൻസ് ചെയ്യുന്ന കഥാപാത്രം. ജീൻസ് കൂട്ടുകാരനായിട്ടാണ് അഭിനയിക്കുന്നത്. അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. അതൊരു കോളേജ് കാലഘട്ടം ഉണ്ട്, പിന്നെ അതിനുശേഷം വലുതായി കഴിയുമ്പോഴുള്ള രണ്ട് ഗെറ്റപ്പ് ഉണ്ട്. ഗെറ്റപ്പ് ഉണ്ട് അതിന്റെ. ഓ അത് ശരി. അപ്പോ ഈ പറഞ്ഞ പോലെ മണിച്ചേട്ട ചേച്ചിയുടെ മകനാണ്. അപ്പോ അഭിനയം തുടങ്ങിയിട്ട് ഇപ്പൊ ശരിക്ക് എത്ര സിനിമകൾ ഇപ്പൊ അഭിനയിച്ചു? ഞാനിപ്പോ ഏഴാമത്തെ സിനിമയാണ് ഈ സിനിമ അഭിനയിക്കുന്നത്. ആദ്യത്തെ സിനിമ ഏതാണ്? ആദ്യമായിട്ട് അഭിനയിച്ച വള്ളിക്കെട്ട് എന്ന് പറഞ്ഞ പടമായിരുന്നു. ജിബിൻ സാർ ഡയറക്ട് ചെയ്തൊരു പടം. അത് മമ്മൂക്കയുടെ സഹോദരി പുത്രൻ അഷ്കർ നായകനായി. അതെനിക്ക് ഒരു ഏത് വർഷമായിരുന്നു? അത് 2019 റിലീസായിരുന്നു. അതാണ് ആദ്യത്തെ സിനിമ. ഓക്കെ. അപ്പൊ ഈ പറയുന്ന സിനിമയിലോട്ടുള്ള അല്ലെങ്കിൽ ഒരു അഭിനയത്തിലോട്ടുള്ള വരവ് നമ്മുടെ മണിച്ചേട്ടനൊക്കെ സിനിമയിൽ വന്ന ശേഷം കണ്ടുവന്നതാണോ, അതോ ഈ പറഞ്ഞ സ്റ്റേജ് മിമിക്രിയൊക്കെ മണിച്ചേട്ടനൊക്കെ പോലെ ഉണ്ടോ? നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും കലാകാരന്മാരാണ്? മിമിക്രി കലാകാരനാണ്. ഞാൻ കലാഭവനിൽ കുറച്ചാൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. മെഗാ ഷോയുടെ ഗ്യാപ്പ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മഴവിൽ മനോരമയിൽ കോമഡി ഫെസ്റ്റിവൽ എന്ന പ്രോഗ്രാമിൽ കൊച്ചിൻ വാരിയേഴ്സ് എന്ന് പറഞ്ഞ സീസൺ 1 മത്സരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണ് മാമൻ സിനിമകളുള്ള സമയത്ത് ഞാൻ മിമിക്രി പരിപാടികളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സ്കൂൾ കാലഘട്ടം. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മണിമാൻ അക്ഷരം എന്ന് പറഞ്ഞ പടത്തിൽ 7 പഠിക്കുന്ന സമയത്ത്. അതിപ്പോഴും നല്ല ഓർമ്മയാണ് നമുക്ക്. പിന്നെ സല്ലാപം കാണാൻ പോയതൊക്കെ ഭയങ്കര ഓർമ്മയാണ്. അന്ന് സിനിമാ നടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ, ഇന്നിപ്പോ ഏത് സിനിമാ നടന്മാരും നമ്മുടെ ജംഗ്ഷനിൽ ഇറങ്ങി കഴിഞ്ഞ ഒരു സിനിമാ നടനെ കാണാന്നുള്ളൊരു അവസ്ഥ. അന്ന് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ ഈ സിനിമയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ മാമൻ വരുമ്പോൾ അതിൻ്റെ ഒരു ആങ്സൈറ്റി ഒക്കെ നമുക്കുണ്ട്. പ്രത്യേകിച്ച് മാമനെ സ്ക്രീനിൽ കാണുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു. ആ ഒരു ഇൻസ്പിറേഷൻ, പ്രചോദനമാണ് മണിമാൻ. മിമിക്രിയിലായാലും ജീവിതത്തിലായാലും നമുക്ക് ഭയങ്കര പ്രചോദനമാണ്. പക്ഷെ അന്ന് ഈ പറഞ്ഞ മണിച്ചേട്ടൻ തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്തല്ല സിനിമയിൽ വന്നത് അല്ലെ? മണിച്ചേട്ടൻ പോയ ശേഷം അപ്പൊ ആ സമയത്ത് എന്തുകൊണ്ടാണ് അതൊരു ശ്രമിച്ചില്ലേ? പഠിക്കുന്ന കാലത്തൊക്കെ ശരിക്കും പേടിയായിരുന്നു മണിമാൻ്റെ അടുത്ത് ചോദിക്കാൻ. അതൊരു അതുല്യ പ്രതിഭയാണ്. നമുക്കറിയാം, പാട്ട് പാടും, മിമിക്രി എന്തും ചെയ്യുമല്ലോ, അഭിനയമാണ്. ഞാൻ മിമിക്രി ചെയ്യാൻ ആളെന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആള് വലിയ രീതിയിലുള്ള സപ്പോർട്ട് ഒന്നും ആ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് സജീവമായ സമയത്ത്. ഞാൻ 2010 തുടങ്ങി ഒരു 15 കാലഘട്ടം വരെ ഈ പറഞ്ഞ കലാഭവനിൽ മെഗാ ഷോന്റെ പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ മാമൻ അറിയായിരുന്നു. മാമൻ അതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആളുടെ അടുത്ത് പറയാനായിട്ടുള്ളൊരു പേടി. അഭിനയിക്കണം എന്നുള്ള ഭയങ്കര മോഹമുണ്ട്, പക്ഷെ പറയാൻ ഭയങ്കര പേടിയും എന്തൊക്കെയാണ്. പക്ഷെ ആളിതൊക്കെ എല്ലാം അറിയായിരുന്നു. പിന്നെ ആള് പെട്ടെന്നാണ്, അറിയാലോ, നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞ പോയത്. ആ വിയോഗം ഇപ്പോഴും നമുക്കത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം. അപ്പോൾ ആ സമയത്ത് അതിനുശേഷമാണ് ഞാനൊരു ആൽബത്തിൽ അഭിനയിക്കുന്നത്, ഒരു ഷോർട്ട് ഫിലിമിൽ, കോമഡി എന്നുള്ള ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്നതും. അതാണ് എൻ്റെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റ്. അതായത് അഭിനയ ജീവിതത്തിൽ എനിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത് കോമഡി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമിൽ. അത് ഡയറക്റ്റ് ചെയ്ത് വിജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറായിരുന്നു. ആള് വേനൽമരം എന്ന് പറഞ്ഞ പടം, നളചേരുന്ന 4 ദിവസം എന്ന് പറഞ്ഞ പടമൊക്കെ ഡയറക്റ്റ് ചെയ്ത അദ്ദേഹമാണ് അത് ഡയറക്റ്റ് ചെയ്തത്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. നമ്മുടെ കൂട്ടുകാരനുണ്ടല്ലോ സതീശൻ അന്നമണ്ട, അദ്ദേഹമാണ് എന്നെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത്. അത് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടി. അത് കാണിച്ചു കൊടുത്തിട്ടാണ് എനിക്ക് വള്ളിക്കെട്ട് എന്നുള്ള സിനിമയിൽ അവസരം കിട്ടിയത്. ഇപ്പൊ അടുത്ത് റിലീസായത് രാജകന്യക എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഞാൻ നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ്. അതൊരു മാതാവിനെ ബേസ് ചെയ്യുന്ന ഒരു പടമാണ്. ക്രിസ്ത്യൻ സഭയ്ക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തൊരു സിനിമയാണ്. അതിൽ വില്ലൻ വേഷമാണ് ചെയ്തത്. 2 ഗെറ്റപ്പ്. എനിക്ക് നല്ലോണം താടിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല താടിയുള്ളതും 2 ഗെറ്റപ്പ് ഉണ്ടായിരുന്നു. അതിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്തതും എന്നെ അതിലേക്ക് ഡയറക്ടറിനെ പരിചയപ്പെടുത്തും. ഈ സിനിമയിലേക്കും എന്നെ പരിചയപ്പെടുത്തും മനോജ് അങ്കമാലി എന്ന് പറഞ്ഞ മേക്കപ്പ് മാന. മനോജേട്ടനാണ്, നല്ല സുഹൃത്താണ്, ഒരു ജ്യേഷ്ഠനാണ്. അദ്ദേഹമാണ് ഇങ്ങനെ ഒരാളുണ്ടെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത്. ഇപ്പൊ ഈ സാബു സാറിനെ ആയാലും രാജകന്യകയുടെ ഡയറക്ടർ വിക്രം സാറിനൊക്കെ പരിചയപ്പെടുത്തി ഈ മനോജ് അങ്കമാലിയാണ്. എനിക്ക് തീർത്ത ഒരു കടപ്പാടുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്.